അപ്പോൾ ഗൈസ് ഞാനിതെന്താ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാനൊരു സ്റ്റോറി പറയാം. ആദ്യം ഞങ്ങൾ ഇവിടെ നിന്ന് പോയപ്പോൾ കുറച്ച് ചോറൊക്കെ കഴിച്ച് നല്ല മീൻകറിയും ഒക്കെ ആയിട്ട് നല്ല ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫുഡൊന്നും കിട്ടിയില്ലെങ്കിൽ തെണ്ടി പോകത്തില്ലേ. അതുകൊണ്ട് എനിക്ക് മെയിനായിട്ട് ചോറ് വേണം ഗൈസ്. എന്നിട്ട് നേരെ ഞങ്ങൾ അങ്ങനെ വെച്ച് കുടിച്ചു. എങ്ങോട്ടാ? എൻ്റെ 1.5 വർഷത്തെ മാനിഫെസ്റ്റിങ് നടക്കാൻ പോവാണ്. കാരണം എന്താ വെച്ചാൽ ഞാനും ചക്കരയായിട്ട് 1.5 വർഷമായി റിലേഷൻ അല്ല എൻഗേജ്മെൻ്റ് ആയിട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ അവൻ്റെ അടുത്ത് പറയണേ എന്നെ പൊന്മുടി കൊണ്ടുപോകുന്നു. പക്ഷേ ഈ തെണ്ടി എന്നെ കൊണ്ടുപോയിട്ടില്ല. കാരണം ഇവന് ആനയെ പേടിയാണ്, അതുകൊണ്ട് ഇവന്നെ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ചിലർ ചോദിക്കും തിരുവനന്തപുരത്തുകാരിയായിട്ട് ആദ്യമായിട്ടാണോ പൊന്മുടി പോയത്? ആദ്യമായിട്ടല്ല, ഞാൻ ഇത് 2ാമത്തെ വട്ടമാണ് പോകുന്നത്. ആദ്യം പോയപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പോയത്. അവർ കപ്പിൾസായിരുന്നു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പം എനിക്കങ്ങനെ എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇവനോട് എന്നെ കൊണ്ടുപോകുന്നു 1.5 വർഷമായിട്ട് ചോദിക്കുന്നത്. ലാസ്റ്റ് ഫൈനലി അത് ഇന്നലെ നടന്നു ഗൈസ്. എന്നെ ഒറ്റ മൈൻഡിൽ പൊന്മുടിക്ക് കൊണ്ടുപോയി. അതാണെങ്കിലോ അടിപൊളി ക്ലൈമറ്റും മഴയും ക്ലൈമറ്റും കോടയും എല്ലാം കൂടെ ആയിട്ടൊരു നല്ല കിടില വൈബുമായിരുന്നു. ഇനി പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് മാക്സിമം ഷൂ സോക്സൊക്കെ ഇട്ടിട്ട് പോകണം. ഇല്ലെങ്കിൽ എന്നെ പോലെ കൊളയട്ടയൊക്കെ കടിച്ചിട്ടൊക്കെ തിരിച്ചു വരാം. പിന്നെ നല്ല ബ്ലോക്ക് ഉണ്ടാവും. തിരിച്ചിറങ്ങിയപ്പോൾ നല്ല ചായയും മാഗിയും ബ്രെഡ് ഓംലെറ്റൊക്കെ കഴിച്ച് നല്ലൊരു വ്യൂ ഒക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങി ഗൈസ്. അപ്പോൾ ഓക്കെ ബൈ.